സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. വടംവലി നമുക്കൊക്കെ പരിചയമുള്ള ഒരു കായിക പരിപാടിയാണല്ലോ. ഈ കായിക വിനോദത്തിൽ വടം ടേക്ക് ദ റോഫ്, ടൈറ്റ് ദ റോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് വിസിലടിക്കുക. ഇപ്പോൾ ഈ ഗാസയിലെ ഈ സമാധാന കരാറിൻ്റെ അവസ്ഥ ഏകദേശം ടൈറ്റ് ദ റോപ്പ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ്. സമാധാനവും യുദ്ധവും തമ്മിൽ വാസ്തവത്തിൽ ഒരു വടത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പരമാവധി ശക്തിയിൽ വലിച്ച് ബാലൻസ് നിർത്തിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഗാസയിലെ ഈ സമാധാന കരാറ് നിലനിൽക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തട്ടി നിൽക്കുകയാണിത്. ഏത് നിമിഷവും ഇത് പൊളിയാം എന്നുള്ളതിൻ്റെ ഒന്നാം തരം സൂചനയാണ് ഇപ്പോൾ അൽ ജസീറ സ്ക്രോൾ ചെയ്യുന്ന അവരുടെ ഹെഡിങ് ഇതാണ്: ഗാസ സീസ്ഫയർ ഫിയേഴ്സ് ആസ് ഇസ്രായേൽ ഡിമാൻഡ്സ് റിട്ടേൺ ഓഫ് ഓൾ ക്യാപ്റ്റീവ് ബോഡീസ്. അൽ ജസീറ എന്ന് പറയുന്നത് ഹമാസിന്റെ ശബ്ദം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞു വയ്ക്കുന്നത് മുഴുവൻ ആളുകളുടെയും, മരിച്ചുപോയ മുഴുവൻ ബന്ധികളുടെയും ശരീരം ആവശ്യപ്പെടുക വഴി ഗാസ സീസ്ഫയർ പൊളിയും എന്ന ഭീഷണി ഇസ്രായേൽ മുഴക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് മുഴുവൻ ഡെഡ് ബോഡീസ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇപ്പോൾ വെടിവെപ്പ് തുടങ്ങും എന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഗാസ സീസ്ഫയർ ഫിയേഴ്സ്, ഈ സീസ്ഫയർ അഗ്രിമെന്റ് തന്നെ പൊളിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നതെന്നാണ് അൽ ജസീറ ഇപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന ഹെഡിങ്. അതിന് താഴെ രണ്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ടെൽസ് മിലിറ്ററി ടു പ്രിപ്പയർ കോംപ്രിഹെൻസീവ് പ്ലാൻ ടു ഡിഫീറ്റ് ഹമാസ് ഷുഡ് ഗാസ സീസ്ഫയർ കൊളാപ്സ്. ഗാസ സീസ്ഫയർ പരാജയപ്പെടുകയാണെങ്കിൽ ഹമാസിനെ പരാജയപ്പെടുത്താനുള്ള ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പട്ടാളത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അതായത് സീസ്ഫയർ അവസാനിച്ചു, അല്ലെ സീസ്ഫയർ നടക്കുകയില്ല എന്ന് തോന്നുന്ന ആ മൊമെന്റിൽ പട്ടാളത്തെ അയക്കുവാൻ ഇസ്രായേൽ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്: ഹമാസ് റിട്ടേൺ ദി റിമെയിൻസ് ഓഫ് 2 more ഇസ്രായേലി ക്യാപ്റ്റീവ്സ് but admits that it will need specialized equipments and assistance to locate bodies still buried beneath under the rubble. അതായത് നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ വരെ അവർ കൊടുത്തത് 8 ഡെഡ് ബോഡികളാണ്. 8ൽ ഒരെണ്ണം വേറെ ആരുടേതുമാണ്. അപ്പോൾ അവരുടെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഡെഡ് ബോഡി. അതിൽ 4 ആദ്യം കൊടുത്തു, പിന്നീട് ഒരു 4 കൂടെ പെറുക്കി കൊടുത്തു. 4 പെറുക്കി കൊടുത്തപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഒരെണ്ണം തിരിച്ചു കൊടുത്തു, ഇത് നിങ്ങളുടെ തന്നെയാണ്, അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. മിക്കവാറും അതിലും പാകിസ്ഥാൻകാരൻ്റെ ആയിരിക്കും, അതിലൊന്നും എണ്ണ ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് ഇപ്പോൾ അവർ പറയുന്നത് 2 കോഫിനും കൂടി, 2 ശവപ്പെട്ടികൾ കൂടി അവർ കൈമാറിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അൽ ജസീറയാണ് അവകാശവാദം കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഉള്ളത് കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ ഇല്ല. ഇനി കിട്ടണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ മാത്രം പിന്നെ ഇസ്രായേൽക്കാർ ഗാസ സിറ്റി മുഴുവൻ ബോംബിട്ട് തകർത്തത് കൊണ്ട് അവര് ഈ ബന്ദികളുടെ ശവശരീരങ്ങളിൽ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ അവർക്ക് ലൊക്കേറ്റ് ചെയ്യാനാവുന്നില്ല, അവിടെ നിന്ന് മാന്തിയെടുക്കാനാവുന്നില്ല. അപ്പം അതിനാവശ്യമുള്ള സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സും ഒക്കെ കിട്ടിയാൽ മാത്രമാണ് തങ്ങൾക്ക് അത് വീണ്ടെടുക്കാൻ കഴിയുക എന്നാണ് ഹമാസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഡെഡ് ബോഡി വേണം, നിങ്ങൾ തന്നെ എടുത്തു എന്നുള്ള അവസ്ഥയിലായി. കാരണം ഞങ്ങളുടെ ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഒന്നുമില്ല, ഞങ്ങൾക്ക് അത് ലൊക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, നിങ്ങൾ അവിടെയെല്ലാം തല്ലിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്, പിന്നെ ബോംബിട്ട് മുഴുവൻ തകർത്തു, അതുകൊണ്ട് അതിൻ്റെ അടിയിൽ പെട്ടുപോയി ശവശരീരങ്ങൾ, അതുകൊണ്ട് അത് വീണ്ടെടുക്കാൻ ഞങ്ങൾക്കാവില്ല. അപ്പൊ അതിന് പറ്റിയ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ശ്രമിച്ചു നോക്കാം എന്നൊരു ലെവലിലേക്കാണ് ഇത് പോകുന്നത്. എന്ന് പറഞ്ഞാൽ സീസ്ഫയർ ഇത് മുൻപോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ട്രംപ് ഇന്നലെ CNN കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എൻ്റെ ഒരു വാക്ക് മതി IDF വീണ്ടും തിരിച്ച് ഗാസ സിറ്റിയിലേക്ക് കയറും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ IDFനോട് ഏത് നിമിഷവും കയറാനുള്ള ഉത്തരവ് താൻ പുറപ്പെടുവിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചാൽ പോകുകയില്ല. IDF ഗാസയിലേക്ക് അഡ്വാൻസ് ചെയ്യണമെങ്കിൽ നെതന്യാഹു തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കണം. ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ IDF പോകില്ല. പിന്നെ ട്രംപിന്റെ ഒരു സ്റ്റൈൽ ഓഫ് സ്പീച്ച് ഉണ്ടല്ലോ, ആ സ്റ്റൈൽ ഓഫ് സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉത്തരവിട്ടാൽ ആ നിമിഷം തന്നെ IDF ഗാസ സിറ്റിയിലേക്ക് പ്രവേശിക്കും. ഈ സീസ്ഫയറിൽ എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻ കണ്ടാൽ ആ നിമിഷം അദ്ദേഹം അത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് ഇന്നലെ CNN ഓവർ ദ ഫോൺ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിച്ച് മീൻസ് ഈ സീസ്ഫയർ എന്ന് പറഞ്ഞ സംഗതി വളരെ ഫ്രാജിയലായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവർ പറഞ്ഞ കരാർ അനുസരിച്ച് ട്രംപ് ഇന്നലെയും അത് ആവർത്തിക്കുകയുണ്ടായി. ആ കരാർ പ്രകാരം സീസ്ഫയറിന്റെ തുടക്കം ഇസ്രായേലിന്റെ വിഡ്രോവലാണ്. ഇസ്രായേൽ യെല്ലോ ലൈനിലേക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സീസ്ഫയറായി. മുഴുവൻ ബന്ധികളെയും, ജീവനുള്ള മുഴുവൻ ബന്ധികളുടെ ശവശരീരങ്ങളെയും കൈമാറണം എന്നുള്ളതായിരുന്നു കരാർ. അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ, ഇസ്രായേൽ സമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ
20 ജീവനുള്ള ബന്ദികളും 28 27 ശവശരീരങ്ങളും ഇസ്രായേലിൽ എത്തേണ്ടതായിരുന്നു. ജീവനുള്ള ബന്ദികൾ 20 പേർ തിങ്കളാഴ്ച 12 മണിക്ക് മുൻപ് എത്തി എന്നുള്ളത് ശരിയാണ്. ആ കൂട്ടത്തിൽ 4 ശവശരീരങ്ങൾ അവർ കൊടുത്തു. പിന്നീട് 4 ശവശരീരങ്ങൾ അവർ കൊടുത്തത് ബുധനാഴ്ചയായിരുന്നു. അതിലൊന്ന് ആരുടേതുമായിരുന്നു, അത് തിരിച്ചു കൊടുത്തു. അപ്പോൾ 3 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനി ബാക്കിയുള്ളത് 20 അല്ലെങ്കിൽ 19. ഇനി അതിനകത്ത് ഉള്ള 2 ഇപ്പൊ കൊടുത്തു എന്നാണ് ഇവര് അവകാശപ്പെട്ടിട്ടുള്ളത്, അൽ ജസീറ അവകാശപ്പെട്ടിട്ടുള്ളത്. 2 തുറന്നു നോക്കി പരിശോധിക്കുമ്പോൾ അറിയാം അത് ആരുടേതാണ് എന്നുള്ളത്. ഇവരുടെ നഷ്ടപ്പെട്ടതാണോ അല്ലയോ, കഴിഞ്ഞു, ഞങ്ങളുടെ ഇനിയൊന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇത് വെടിനിർത്തൽ കരാറുണ്ടാക്കുന്ന സമയത്ത് വർത്താനം പറഞ്ഞിട്ടില്ല. വെടിനിർത്തൽ കരാറുണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞത് ഇത് മുഴുവൻ കൈമാറാമെന്ന്. ഇതിന്റെ പിന്നെ എന്തിനാ കൈമാറാന്ന് പറഞ്ഞത്? കയ്യിലില്ലെങ്കിൽ പിന്നെ കൈമാറാമെന്ന് എങ്ങനെ പറയും? കയ്യിലില്ലാന്ന് മിണ്ടാതിരിക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ഓരോ ഡെഡ് ബോഡിക്ക് അഡ്രസ് ഉള്ളതാണ്. അത് കൊടുക്കാതെ അവർ സമ്മതിക്കുകയില്ല. അത് കിട്ടിയില്ല അവർ മാന്തിയെടുക്കും, അത് വേറെ കാര്യം. ഈ ഗാസയിൽ നിന്ന് മുഴുവൻ ഹമാസിനെയും തുടച്ചു നീക്കിയിട്ട് ഇസ്രായേൽക്കാര് അവരുടെ ഡെഡ് ബോഡികൾ അവർ വീണ്ടെടുക്കും, അവർ മാന്തിയെടുക്കും, അത് ഉറപ്പാണ്. പക്ഷേ കാരണം ഇവര് പിന്നെ 1948 നഷ്ടപ്പെട്ട ആളുകളുടെ ശവശരീരങ്ങൾ പോലും ഇപ്പൊ അവര് റിക്കവർ ചെയ്യുന്ന കാര്യം നിങ്ങൾ പത്രവാർത്തകൾ വായിക്കുന്നുണ്ടാവും. എന്നിട്ട് DNA ടെസ്റ്റ് നടത്തി അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അതാണ് ടീം. അപ്പം അവരെ സംബന്ധിച്ച് ഇതിനൊക്കെ ഭയങ്കര മൂല്യമുണ്ട്. അപ്പൊ അത് കൂടാതെ ഇവർ കൈമാറുന്ന ഓരോ പാലസ്തീൻ ഡെഡ് ബോഡിക്കും പകരമായി 15 പാലസ്തീനികളുടെ ഡെഡ് ബോഡികൾ ഇസ്രായേൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഇസ്രായേൽ ഡെഡ് ബോഡി ഈക്വൽ ടു 15 പാലസ്തീൻ ഡെഡ് ബോഡി എന്നുള്ള ഇക്വേഷനിൽ ഇവർക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഡെഡ് ബോഡികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പാലസ്തീനികൾക്ക് ഡെഡ് ബോഡി കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഏകദേശം 80ഓളം പാലസ്തീനി ശവശരീരങ്ങൾ പാലസ്തീനിൽ കൈമാറി കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ഈ കരാറിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒരു ഡെഡ് ബോഡി ഈക്വൽ ടു 15 ഡെഡ് ബോഡി എന്നുള്ള ഒരു റേഷ്യോയിലെ ഡെഡ് ബോഡികൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പാലസ്തീനികളുടെ ഭാഗത്തുനിന്നുള്ള വാക്ക് പാലിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിന് ഓരോരോ തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രംപ് പറയുന്നത് 56 രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു പീസ് ട്രീറ്റിയാണിത്. 56 രാജ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പല രാജ്യങ്ങളും ഡിപ്ലോമാറ്റ്സ് ഒക്കെ അവിടെ എത്തിയിരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഏകദേശം 20 രാഷ്ട്രത്തലവന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പീസ് ട്രീറ്റി അത് 56 രാജ്യങ്ങൾ ചേർന്ന് ഹമാസിനെ ഏൽപ്പിച്ച ഒരു സമാധാന കരാറാണ്. അത് പാലിക്കാൻ ഹമാസിന് സാധിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും IDFന്റെ ആക്രമണം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ ബന്ദികളെ തിരിച്ചു കൊടുക്കുന്നത് പോലെ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് ഹമാസിനെ ഡിസാം ചെയ്യുക എന്നുള്ളത്. ഹമാസിന്റെ കൊച്ചു റിവോൾവർ പോലും വെച്ചുകൊണ്ട് നെതന്യാഹു ഈ പീസ് ട്രീറ്റി അംഗീകരിക്കുകയില്ല. അത് പൂർണ്ണമായിട്ടും തിരിച്ചിട്ടുണ്ട്. ഹമാസിനെ സംബന്ധിച്ച് അവര് നിരായുധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഭയം IDFനെ അല്ല, പാലസ്തീനികളെയാണ് പേടി. ഇവരിപ്പോ പാലസ്തീനികളെ വെടിവെച്ച് കൊല്ലുന്നുണ്ടല്ലോ. ഇവർ ഈ പാലസ്തീനികളെ ഈ ഹമാസ് പാലസ്തീനികളെ ഇപ്പൊ വെടിവെച്ച് കൊല്ലുന്നത് അവർക്ക് ശത്രുതയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് അവർ വെടിവെച്ച് കൊല്ലുകയാണ്. അവർക്ക് ശത്രുതയുള്ള ആളുകൾ 1 2 ഒന്നും അല്ല പാലസ്തീനിലുള്ളത്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവിടെ എങ്ങനെ നിയമവും ചട്ടവും എന്നുള്ള രാജ്യമല്ല, പലരുടെ കയ്യിലും ആയുധമുണ്ട്. അവർ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഇസ്രായേൽ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഭീകര ഗ്രൂപ്പുകളും അതിനകത്തുണ്ട്. അപ്പൊ ഏത് നിമിഷവും അവർ ഹമാസിന് നേരെ തിരിയും. ഈ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയാൽ പിറ്റേ ദിവസം യുവമാർ വന്നിട്ട് ഹമാസിനെ തീർക്കും. ഈ ഒരു ഭയമാണ് ഹമാസിനെ സംബന്ധിച്ച് ആയുധങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾ ഹെവി ആയിട്ടുള്ള ആയുധങ്ങൾ, ടാങ്ക് പോലുള്ളത്, അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചേഴ്സ് പോലുള്ളത്, റോക്കറ്റ് ലോഞ്ചേഴ്സ് പോലുള്ളത്, അതൊക്കെ തരാം. പക്ഷേ AK-47 എന്ന് പറയുന്ന സാധനം നമ്മൾ ജനിക്കുമ്പോഴേ കൂടെയുള്ളതാണ്. ഞങ്ങൾ പിന്നെ ഇസ്ലാമിക് എന്തോ ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്, അതായത് ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന ഫോഴ്സിന് തോക്കില്ലാതെ പറ്റില്ല. കാരണം അവരെപ്പോഴും പ്രതിരോധിക്കുന്നത് തോക്കെടുത്തിട്ടാണല്ലോ. ബാക്കിയുള്ള വിശ്വാസികളെയൊക്കെ സംബന്ധിച്ച് അവരെ ദൈവം സംരക്ഷിക്കുകയാണ്. ദൈവത്തിനെ തോക്കെടുത്ത് സംരക്ഷിക്കേണ്ട ഗതികേട് ബാക്കിയുള്ള ഒരു ദൈവത്തിന് പിൻഗാമികൾക്കില്ല. ഈ കൂട്ടർക്ക് മാത്രമേ ദൈവത്തെ തോക്കെടുത്ത് സംരക്ഷിക്കേണ്ട ഗതികേടുള്ളൂ. അപ്പൊ ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പിടിച്ചിരിക്കുന്ന തോക്കാണ്, ഞങ്ങൾ തിരിച്ചു തരികയാണെന്ന് അവർ പറയുന്നത്. അപ്പൊ ഈ തോക്ക് തിരിച്ചറിയാന്ന് പറയുന്നതിന്റെ വാസ്തവത്തിലുള്ള ഗുട്ടൻസ് എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ മറ്റേ മക്കളുണ്ടല്ലോ, ഇവന്റെയൊക്കെ എതിർ വിഭാഗമായിട്ട് ക്ലാൻ, ആ ക്ലാനിൽ പെട്ടവർ വന്നിട്ട് ഇവരെ ദൈവത്തിന്റെ പേരിൽ തീർത്ത് കളയും എന്നുള്ളതാണ്. ദൈവത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്ത് കളയുക. അപ്പൊ അവര് തീർക്കുമെന്നുള്ള ഭയമാണ് പ്രധാനമായിട്ടും ഇവർക്ക് ഡിസാം ചെയ്യാനുള്ളത്. പക്ഷെ ഒരു കുഞ്ഞു കളിത്തോക്ക് പോലും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ കരാറ് മുൻപോട്ട് പോവുകയില്ല എന്ന് നെതന്യാഹു പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കരാർ എവിടെ വരെ പോകും എന്നുള്ളത് ഇന്നത്തെ നിലയ്ക്ക് കരാർ നിലനിൽക്കുന്നുണ്ട്. നാളെ ഈ കരാർ ഉണ്ടോ എന്നുള്ളത് നാളെ നേരം വെളുത്താലേ പറയാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ അവസ്ഥ. കാരണം കരാർ ഉണ്ടാക്കിയ പുള്ളി തന്നെ പറയുന്നു ഞാൻ അങ്ങോട്ട് കയറി ആക്രമിക്കും, ഇപ്പൊ ആളെ വിടും, ഇപ്പൊ തുറന്നു വിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.